എടി മോളിക്കുട്ടിയേ, എണീക്കടി. ഒരുത്തിയെന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. എടി അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരം വെളുത്തില്ലമ്മച്ചി. പിന്നെ എന്നാത്തിനാണെന്നോ? പള്ളി പോണ്ടായിടി. ഞാനതിന് ഞായറാഴ്ച 1-ാം കുർബാനയ്ക്ക് പോവാറില്ലല്ലോ. ഇപ്പൊ ഇതെന്നതാ ഒരു പുതുമ? നിന്നെ കാണാൻ വരത്തില്ലോടി നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ തന്ത. കുളിച്ചെഴുന്നേറ്റ് പള്ളി പൊടി ദൈവ വിചാരത്തോടെ. എടി എടി മൂദേവി, എടി സൂസി, എടി എഴുന്നേക്കടി അവിടുന്ന്. സ്ത്രീധനം കൊടുക്കാനോ 10 കാശില്ല. ഇനിയിപ്പോ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ. മൂദേവികള് ഇനിയിപ്പൊ എഴുന്നേറ്റ് 1-1.5 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ. കുഴി കൊച്ചു നല്ല 1-ാം നമ്പർ അർക്കീസ. കണക്ക് പറഞ്ഞ അയാൾ കാശ് വാങ്ങിക്കും. പള്ളിയിൽ ചെന്ന് ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അയാൾക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ തോന്നല്ലേ. അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. 4 ഏക്കർ റബ്ബറും 1 ഈടലിന് 600 തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കുട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പട്ടി കാപ്പിയും അവല് നനച്ചതും തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം. ഓ, ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും. ഇവളുമാരെ പോലെ വല്ലതും ആയിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത്? നല്ല കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും. കർത്താവേ, എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി. 17ക്ക് 17 മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാങ്കം തന്നെ ആയിരുന്നേ. അന്ന് കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്ത പട്ടക്കാരൻ കൊച്ചച്ചൻ എന്നതാ പറഞ്ഞ്. നീ ഇങ്ങനെ എന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കല്ലേ എന്റെ പൊന്നെ എലിയാമേ, ഞാൻ പാവിയായി പോവേന്ന്. അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു, ഇവളുമാരെവിടെ കിടക്കുന്നു? എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേന്ന് ഓർത്താ ഞാൻ കർത്താവിനെ കണ്ടാ നല്ല സുന്ദരനാണോ? ചേച്ചിക്കൊന്ന് ആലോചിച്ചാലോ അമ്മച്ചി? പോടി കുരുത്തം കെട്ടോളെ, അതേ പ്രസംഗം പറയുന്നു. ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി. നേരെ ചേച്ചി, വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്ക്. ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. എന്നതാ എന്റെ പുന്നാര സൂസിമോള, അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ. അതെ, പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളൂ നീ. നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേർച്ച നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും. നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ത്രു വേണോടാ? ആ അന്ത്രു, താൻ ഏതായാലും വന്നത് നന്നായി. ഒരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോ. അങ്ങോട്ട് തരാനില്ല. അതെന്താ പറഞ്ഞപ്പാ? നിങ്ങൾക്ക് എന്താണ് 10 മുട്ട? മികായിലേട്ടൻ അടയിരിക്കാൻ പോണ്ട. ഇടോ, ഉപ്പും കോലുമുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ, അത് ഞാൻ ഇത്തിരി പ്രായ കൂടുതലുണ്ട്. പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ. അതേ, നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടര് വരും. അങ്ങ് കൊങ്ങാണ്ടൂരുന്നാ. കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. ആ ചാരപ്പിടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല. അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോ എന്നും കരുതിയ. താനൊരു 10 മുട്ട ഇങ്ങ് വന്നേച്ചും പോടോ. അടുത്ത ആഴ്ച തിരിച്ചു തരാവടോ. അല്ല, ചെറുക്കന്റെ പേരെന്താ? അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അയ്യരാ, അത് കൊള്ളാം. ആ ജോയിക്കുട്ടിന്നോ ജോണിക്കുട്ടിന്നോ ഏതാണ്ടൊരു പൊരുത്തം കെട്ട കുട്ടിയാ. അല്ല, ശ്രീധരൻ എന്ത് കൊടുക്കണ്ട എന്റെ ചേർത്തി? ഒക്കെ കൊടുക്കണോടോ. ഒരു പാത്രം കാട്ടെടുത്തേ ഇരിക്കണേ. എടോ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത്. പരദൂഷണക്കാരാ. അല്ലാതെ നമ്മള് പറയൂലപ്പാ. ആ, അതാ പുറകെ കിടക്കുന്നുണ്ടല്ലോ ഒരുത്ത്. ഒരു പുത്തൻ പണക്കാരൻ, കാഞ്ഞിരപ്പള്ളി പാപ്പൻ. പാപ്പൻ നല്ല അവനെ വിളിക്കേണ്ടത്, കൂപ്പൻ. മരം കയറി മറിയാമ്മേ. നിന്റെ തള്ളയാടാ മരം കയറി മറിയാമ്മ. ഞാൻ എന്റെ തള്ളയെ തന്നെയാ വിളിച്ചത്. വെറുതെ അല്ലടാ മരമാക്രി. നിന്റെ തന്ത ഷാപ്പിലിരുന്ന് തന്തയ്ക്ക് 7 ദിവസം മുമ്പുണ്ടായവനെന്ന് നിന്നെ വിളിക്കുന്നത്. ഒരുത്തം കെട്ടവനെ. എനിക്ക് പള്ളിയിൽ പോകാനുള്ളതാ. വന്ന് കാപ്പിതാളല്ലേ? ഫാദർ, വേദപാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് പറയാൻ വരികയായിരിക്കും, ഇല്ലയോ? നല്ലത് വരും കുഞ്ഞെ. വിവാഹമെന്ന കൂദാശിയുടെ അർത്ഥം, അതിന്റെ വ്യാപ്തി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. തിരുസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു നല്ല കുടുംബവും
കുഞ്ഞുങ്ങളും ജീവിതവും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. പുരുഷന്റെ സൗന്ദര്യമോ പണമോ അല്ല കാര്യം, മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ക്രിസ്തീയ വിവാഹത്തിന്റെ അടിത്തറ. അമ്മച്ചി 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 അപ്പച്ച 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 എന്താ? അമ്മച്ചിയെ കാണുന്നില്ല. അപ്പച്ച അപ്പച്ചേ പെട്ടിയിലിരുന്ന് അമ്മച്ചിയുടെ തേച്ച് വെച്ച് ചട്ടയും മുണ്ടും കവണിയും കാണുന്നില്ല. ചട്ടയും മുണ്ടും കവണി ഇട്ടുകൊണ്ട് അവൾ ഈ പരപരാ വെളുപ്പിന് എവിടെ പോയി? ഞങ്ങളുടെ അമ്മച്ചി ഇങ്ങോട്ടങ്ങനെ വന്നായിരുന്നോ? ഇല്ല. വീട്ടിലില്ലേ? ഇല്ല. ഇനി ഇപ്പൊ പാമ്പച്ചേട്ടന്റെ ഗുണ്ടാളം കാണാൻ വന്ന് പൊക്കിക്കൊണ്ട് പോയതാണോ? കരുനാക്കൊണ്ടൊന്നും പറയാതെ ഏട്ടത്തി. കരീനാക്ക് പറയുന്നതിനാ കുഴപ്പം, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അമ്മയെ പോലെ തന്നെ മോളും. അന്ത്രുക ഞങ്ങളുടെ അമ്മച്ചിയെ വഴിയിലെങ്ങനെ കണ്ടോ? അത് പറയാനാണ് നമ്മൾ ഓടി വന്നത്. അമ്മച്ചി ഇന്ന് ഉപ്പുകണ്ടത്തേക്കുള്ള ഫസ്റ്റ് ബസ്സിൽ കയറി പോണേ നമ്മൾ കണ്ട്. ആങ്ങളമാരുടെ അടുത്തേക്കാവുള്ളൂ. അല്ല, ഇന്ന് ഇവിടെ വല്ല ബെട്ടും കുത്തൊക്കെ നടക്കൂട്ടാ. എന്റെ കർത്താവേ കർത്താവേ, അടി പാർസലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ, എന്താണ് വെളുപ്പിനെ? സംഗതി കൊഴിഞ്ഞു കേട്ടാ. എന്താ? ജിമ്മി നിന്റെ തോക്കും കൊച്ചു വിച്ചാത്തി ഒക്കെ എടുത്തോ, ആളെയും കൂട്ടിക്കോ. ഏലിയാമ്മ ഉപ്പാണ്ടത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആങ്ങളമാരില്ലേ, ചട്ടമ്പിയാര ആങ്ങളമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ അച്ചോ അച്ചോ, ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ട് ഒരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ? കേട്ടിട്ടുണ്ട്. ആ, കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്ന് വരണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലല്ലോ. ഉപ്പ് കണ്ട ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. അച്ഛൻ നിർത്തണ്ടാ, വിട്ടോ. അളിയാ, പൊന്നളിയാ, എന്നാ പറ്റി അളിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അളിയനെ എവിടെ തല്ലിയത്? അത് ചോദിക്കാനാ ഞങ്ങൾ വന്നത്. അളിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പാപ്പി, അളിയൻ സമാധാനം മാത്രം പറയണ്ട. പാപ്പി അപ്പി എവിടെ? സമയമാകുമ്പോ എത്തിക്കോളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, പാപ്പൻ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്താ പോത്താ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കോരച്ചായം പറയുന്നത് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല അകത്ത് വരുന്നത് വേദപുസ്തകം വായിക്ക്. ഇതൊക്കെ തല്ലുകൊണ്ടാലേ ശരിയാകത്തുള്ളൂ. എടാ മാത്താ പോത്താ എടുത്തു പോരാ കൊടുവാളും സാധനങ്ങളും. ഇന്നൊക്കത്തിന്റെ എല്ല് സൂപ്പോ. ജിമ്മി, പാപ്പച്ച, അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. വടിവാളും കുന്തവും കടാരെ ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പൻ ചേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല, ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പം സകലതും വാ, ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോറൻ ഗുരുക്കളെ. എന്റെ കർത്താവേ, ഇവന്മാരെല്ലാവരും കൂടി അന്ത്യശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ, പരമ തെണ്ടി എത്തി. എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളടാ. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവർ നിക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. മോനെ ജിമ്മി, ഇതൻ കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പൊന്ന് മിണ്ടായിരിയപ്പാ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണ് അല്ലേടാ. എന്താടാ പിത്തക്കാരി നിന്റെ പേര്? ഓ, ജിമ്മി. അതെ, ജിമ്മി, ജിമ്മി പാപ്പൻ. തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാടുകളെടുത്ത് എടുത്താൽ മതി. ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? ഏതേ അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ. പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, കയറും. ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ, കേറ് കേറ് കേറാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇവനൊക്കെ വേറെ വണ്ടിയിൽ, ഇവനൊക്കെ വേറെ വണ്ടിയിൽ. പോ.
ഇവരെല്ലാം കേട്ട് ഇറങ്ങോട്ടെ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അളിയെ ഒന്നും പേടിക്കണ്ട. വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അളിയ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്ന് ഇന്നലെയാണോ? അളിയൻ ചെല്ലേ പോയി വേദപുസ്തകം വായിക്കേ. ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ. അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ, ഞാൻ സി ഐ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു അടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന 4-5 ചട്ടമ്പിമാരകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സാർ, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാരകത്ത് വന്നിട്ടുണ്ട്. ആ, അത് നമ്മുടെ പാർട്ടീസാ, വിട്ടാര്. സാർ, അത് ജാമ്യത്തിലുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ. അല്പം മര്യാദ കൊടുത്ത് വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ. ഇരിക്കു പോരെ ചേട്ടാ. എടോ PC 432. സർ, ഉപ്പ് കണ്ടത്തി ചേട്ടന്മാർക്ക് ഒരേ ചായ. ഉപ്പ് കണ്ടത്തി ചേട്ടന്മാർക്ക് മാത്രം. ശരി. വിളിച്ചത് സർക്കിളായിരിക്കും. അതെ. ആ നമ്മുടെ കുര്യച്ചനെ കള്ളൻ. അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പോഴിങ്ങി വരുമെന്ന്. കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവര് പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയാ. എന്നതാടാ കണ്ണു മഞ്ഞളിക്കുന്നേ? എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത്. ഇതിലെ കൂടെ നീ ഓസിന് വഴി നടക്കണ്ട. എന്നാലും കോരെ, ഇത് കുറച്ച് അതിക്രമാ. അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും? അവരെങ്ങനെയും പൊക്കോളും. അളിയൻ പോയി വേദപുസ്തകം വായിക്കും. ദേ, എല്ലാരോടുമായിട്ടാണ് പറയുന്നത്. നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് നോക്കിക്കോണം. ഇല്ലേ ആറ് നീന്തിയ തോട് കയറി കടന്നു പൊക്കണം. എന്താണ് നോക്കി നിൽക്കുന്നത്? പോടാ. അതോ വേലി വിളിക്കണമെന്നുണ്ടോ? അതോ ഇനി ഒരു കയ്യാങ്കളി കൂടി നോക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലേടാ, 2 തോടെ എണ്ണയുടെ ചെലവേ ഉള്ളൂ. പോയേക്കാം പാപ്പച്ച, അലമ്പുണ്ടാക്കണ്ട. വടക്കെടുത്തുകാരുടെ മുറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ. ഇനിയും അലമ്പുണ്ടാക്കാൻ നിന്നാ ശരിയാവൂല. ഒരലമ്പുണ്ടാക്കിയ ക്ഷീണമേ മാറിയിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. സ്ഥലത്തെ പ്രമാണിമാരായിരിക്കും. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. അയ്യോ, ഞാനൊന്നിനുമില്ലേ. എടാ ബോസ്കോ, ആ കെട്ടഴിച്ച് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കടാവേ. ശരി പ്രിൻസിപ്പളെ. ആ, എന്തുവാ പ്രശ്നം? എന്തുവാ കാര്യം? കാര്യം ഇയാളാണോ ഈ പ്രോ കോട്ടയം കുഞ്ഞച്ചൻ? അയ്യോ, പ്രോ എന്ന് പറഞ്ഞ പ്രൊഫസർ അല്ല, പ്രൊപ്രൈറ്റർ, ഉടമസ്ഥൻ എന്ന് പറയും. ഇംഗ്ലീഷ് തീരെ പിടിയില്ലല്ലേ? എന്താ പേര്? ഇരട്ടക്കണ്ണൻ കുട്ടപ്പൻ. ഇരട്ടക്കണ്ണൻ. 1, 2. ശരിയാണല്ലോ, 2 കണ്ണുണ്ട്. ഇരട്ടക്കണ്ണൻ തന്നെ. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിംഗ് വർക്കേഴ്സ് ആണ്. അയ്യോടാ, ലോഡിംഗ് അൺലോഡിംഗിലാണോ വിറ്റാത്തിയും കടാരിയൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് ഞങ്ങളുടെ സൗകര്യം. ഓ, ആയിക്കോ. അപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ചരക്കിറക്കാൻ ഒക്കുകയില്ല. ചരക്കിറക്കാൻ ഒക്കെയെന്ന് പറഞ്ഞാ? ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നവരെ കൊണ്ട് ഇറക്കാൻ ഒക്കുകയില്ല. ഞങ്ങൾ ഇറക്കും. അല്ലാതെ ഞാൻ അവർക്ക് കേറ്ററക്ക് കൂലി കൊടുത്തിട്ടാ വന്നിരിക്കുന്നേ. എന്റെ ഒരുപാട് പൈസ ഒന്നുമില്ല. എങ്കിലും ഇറക്കാൻ ഒക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ചിക്കിലില്ലാതെ ഭയങ്കര ടൈറ്റാ. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകല്ലേ?